ഡിയർ സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഷീറ്റ് മെറ്റൽ എന്നുള്ള ട്രേഡിനെ കുറിച്ചാണ്. ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് വീഡിയോയിൽ ഷീറ്റ് മെറ്റൽ എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ്, ഷീറ്റ് മെറ്റലിൽ ചെയ്യുന്ന ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പ്രധാനമായിട്ടും ഷീറ്റ് മെറ്റൽ ചെയ്യുന്ന 4 ഓപ്പറേഷൻസാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് ഷിയറിങ്, രണ്ടാമത്തേത് ബെൻഡിങ്, 3 ഡ്രോയിങ്, 4ാമത്തേത് സ്ക്യൂസിങ്. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്ന ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ആദ്യത്തേത് ഷിയറിങ്, സെക്കൻഡ് വൺ ബെൻഡിങ്, തേർഡ് വൺ ഡ്രോയിങ്, 4ാമത്തേത് സ്ക്യൂസിങ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം വരുന്നത് ഷിയറിങ് ആണ്. അപ്പോൾ എന്താണ് ഷിയറിങ് എന്ന് നോക്കാം. അതിൽ പറയുന്നുണ്ട് ഇറ്റ് ഹാസ് 3 ബേസിക് സ്റ്റേജസ്. എന്താ പറയുന്നത്, ഇതിന് പ്രധാനമായിട്ടും 3 സ്റ്റേജസാണ് ഉള്ളത്. ഇറ്റ് ഹാസ് ബേസിക് 3 സ്റ്റേജസ്. അപ്പോൾ ഏതൊക്കെയാണ് ആ 3 സ്റ്റേജ് എന്നുള്ളത് നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ എ, അതുപോലെ ബി, സി എന്നിങ്ങനെ പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ എ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ, രണ്ടാമത്തത് അഥവാ ബി ഫ്രാക്ചർ, സി എന്ന് പറയുന്നത് ഷിയർ. ഓക്കെ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷിയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിക്കുക, അതുപോലെ വെട്ടിമാറ്റുക എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ് ഷിയറിങ് എന്നുള്ളത്. ഇപ്പോൾ ഇതിലെ 3 സ്റ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം നേരിട്ട് ഒരു കാര്യം കട്ട് ചെയ്യുമ്പോൾ അത് ഒറ്റയടിക്ക് എന്ത് ചെയ്യില്ല, അത് കട്ടായി പോവില്ല. അപ്പോൾ അതിൽ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ഉണ്ടാവും. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു പേനയുടെ ടോപ്പ് ഒരുപാട് തവണ മേലോട്ടും താഴോട്ടും ആക്കി കഴിഞ്ഞാൽ അതിൽ ചെറിയൊരു മാർക്കിംഗ് വീഴും. അതായത് ഒരു പൊട്ടാനാവുന്നതിന് മുന്നേ ഒരു മാർക്കിംഗ് വരും, ഒരു പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ, ഒരു ചെറിയൊരു കളർ വ്യത്യാസം വരും. അതിനുശേഷം എന്ത് ചെയ്യും, അത് പൊട്ടി തുടങ്ങും. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, അത് പൊട്ടി വരുന്നത്. അതൊരു സ്റ്റേജ്, ഒരു 3 സ്റ്റേജിലാണ് ആ ഒരു ബ്രേക്കിംഗ് അവിടെ നടക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ദിസ് പ്രൊസീജിയേഴ്സ് ഗിവ്സ് എ ക്ലീൻ എഡ്ജ് ഓൺ ദ പീസ് ഓഫ് മെറ്റൽ. എന്ത് ചെയ്യും, ഈ പ്രൊസീജിയർ വഴിയാണ് നമ്മൾ ഷിയറിങ് നടത്തുന്നതെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള എഡ്ജും കാര്യങ്ങളും കിട്ടും. അപ്പോൾ ഷിയറിങ് എന്ന് പറഞ്ഞാൽ വെട്ടി മാറ്റുക അല്ലെങ്കിൽ മുറിച്ച് കളയുക എന്നൊക്കെ ഉള്ള ഒരു മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ എന്തൊക്കെയാണ് ഷിയറിങ്ങിൽ വരുന്നത് കാര്യങ്ങൾ നോക്കാൻ പറ്റും. സം ബേസിക് ഷിയറിങ് ഓപ്പറേഷൻസ് ആർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് വരുന്നതാണ് കട്ടിംഗ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കട്ടിംഗ് ഓഫ്. ഓക്കെ, കട്ടിംഗ് ഓഫ് ഇവിടെ ഒരു സർക്കിളിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടാണ് കട്ടിംഗ് ഓഫ് എന്ന് പറഞ്ഞാൽ മുറിച്ച് മാറ്റുക എന്നുള്ളതാണ്. അതിൻ്റെ ചിത്രമാണ് ഇവിടെ എയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ഷീറ്റ് കാണാൻ പറ്റും. അതിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയൊരു ഷീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഷീറ്റ് മെറ്റലിലെ ടൂൾസ് ഉപയോഗിച്ചിട്ട് ഒരു ഷീറ്റിൽ നിന്നും ഒരു ചെറിയ കഷ്ണം ഷീറ്റ് നമ്മൾ എന്ത് ചെയ്തു, മുറിച്ച് മാറ്റി. അതിന് പറയുന്ന പേരാണ് കട്ടിംഗ് ഓഫ്. അതെന്താണ്, ഒരു ഷിയറിംഗ് ഓപ്പറേഷനാണ്. ഷിയറിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു മുറിച്ച് മാറ്റുക എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ കട്ടിംഗ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറിയൊരു ഭാഗം, ഷീറ്റിൻ്റെ ചെറിയൊരു ഭാഗം എന്ത് ചെയ്യാണ്, നമ്മൾ മുറിച്ച് മാറ്റാണ്. എന്താ പറയുന്നത് അതിൽ, കട്ടിംഗ് ഓഫ് എ പീസ് ഫ്രം എ സ്ട്രിപ്പ്. ഒരു സ്ട്രിപ്പിൽ നിന്നും ചെറിയൊരു ഭാഗം എന്താണ് നമ്മൾ മുറിച്ച് മാറ്റുന്നതിന് പറയുന്ന പേരാണ് കട്ടിംഗ് ഓഫ്. അടുത്ത ബിയിൽ പറയുന്നത് എന്താണ്, പാർട്ടിങ്. കട്ടിംഗ് എ സ്ട്രിപ്പ് ബിറ്റ്വീൻ 2 പീസസ് ടു പാർട്ട് ദം. എന്താ പറയുന്നത്, പാർട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, പാർട്ടീഷൻ ചെയ്യാന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരു 2 അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടീഷൻ ചെയ്യാന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് ഈ പാർട്ടിങ് എന്ന് പറയുന്നത്. പാർട്ടിങ്ങിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, സെൻറ്ററിൽ കൊടുത്തിട്ടുള്ളത്. എന്താ ചെയ്തിട്ടുള്ളത് ഇതിൽ, കട്ടിംഗ് എ സ്ട്രിപ്പ് ബിറ്റ്വീൻ 2 പീസസ്. ഒരു 2 ഷീറ്റ് മെറ്റലിൻ്റെ ഇതിൻ്റെ ഇടയിലുള്ള സെൻറ്റർ പീസാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഓക്കെ, 2 ഷീറ്റിൻ്റെ സെൻറ്റർ പീസ് കട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പാർട്ടിങ് എന്ന് പറയുന്നത്. നേരത്തെ ഒരു എഡ്ജായിരുന്നു നമ്മൾ കട്ട് ചെയ്യുന്നത്, ഇപ്പോൾ സെൻറ്റർ എന്നാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ കട്ടിംഗ് ഓഫും പാർട്ടിങ്ങും എന്താണ്, ഷിയറിംഗ് ഓപ്പറേഷൻസിൽ വരുന്ന കാര്യമാണ്. ഓക്കെ, ഷിയറിംഗ് ഓപ്പറേഷൻ്റെ കീഴിൽ വരുന്നതാണ് ഏത്, കട്ടിംഗ് ഓഫും അതുപോലെ തന്നെ പാർട്ടിങ് എന്ന് പറയുന്നതും. ഓക്കെ, അടുത്തതാണ് ബ്ലാങ്കിങ്. ഷിയറിങ്ങിൽ തന്നെ വരുന്നതാണ് കേട്ടോ. നമ്മൾ ഷിയറിംഗ് എന്നുള്ള ടോപ്പിക്കിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. അപ്പോൾ ഷിയറിംഗ് എന്നുള്ള ഓപ്പറേഷൻസിൽ വരുന്ന മറ്റൊരു കാര്യമാണ് ഇത് ബ്ലാങ്കിങ്. എന്താണ്, 3ാമത്തേതാണ് ബ്ലാങ്കിങ്. നമ്മളിതിന് മുന്നേ പഠിച്ചത് കട്ടിംഗ് ഓഫും പാർട്ടിങ് ആയിരുന്നു. 3ാമത്തേൻ്റെ പേരാണ് ഇത് ബ്ലാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ബ്ലാങ്കിങ് എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ആൻ ഓപ്പറേഷൻസ് ഓഫ് കട്ടിംഗ് എ ഫ്ലാറ്റ് ഷേപ്പ് ഫ്രം എ ഷീറ്റ് മെറ്റൽ. ദ പാർട്ട് പഞ്ച്ഡ് ഔട്ട് ഈസ് കാൾഡ് ദ ബ്ലാങ്ക് ആൻഡ് ദ റിമൈനിങ് ഷീറ്റ് ഈസ് ദ സ്ക്രാപ്പ്. ഓക്കെ, ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ
എന്താണ് ബ്ലാങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വലിയൊരു ഷീറ്റ് ഉണ്ട്. ഓക്കെ, വലിയൊരു ഷീറ്റ് ഉണ്ട്. അതിൽ നിന്നും നമുക്ക് ഇപ്പോൾ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വലിയൊരു ഷീറ്റാണ്. ഞാൻ ഈ റെഡ് ലൈൻസ് ഇട്ടുള്ളത് നമ്മുടെ എന്താണ് വലിയൊരു ഷീറ്റാണ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു പച്ച കളറിലുള്ള ഒരു ഭാഗം, ഞാൻ പച്ച കളറിൽ റൗണ്ട് ചെയ്തുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്തു, കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഓക്കെ, കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക്, ഞാനിപ്പോൾ ഇവിടെ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗം നമുക്ക് കിട്ടും അല്ലേ. കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഭാഗമാണ് നമുക്ക് എന്ത് ചെയ്യുക, കിട്ടുക. ആ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് ബ്ലാങ്ക് എന്ന് പറയുന്നത് അല്ലേ. ആ പച്ച കളറിൽ ഷെയ്ഡ് ചെയ്തുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് ബ്ലാങ്ക് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിൻ്റെ പേരാണ് ബ്ലാങ്കിങ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ചുവപ്പ് കളറിൽ ഷെയ്ഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ചുവപ്പ് കളറിൽ ഭാഗം, ബാക്കി ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നതൊക്കെ എന്താണ്, ഇത്രയും ഭാഗങ്ങൾ എന്താണ് ചുവപ്പ് കളറിൽ ഞാൻ ഷെയ്ഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ചുവപ്പ് കളർ മാർക്ക് ചെയ്ത് എന്താണ്, അതിന് പറയുന്ന പേരാണ് സ്ക്രാപ്പ്. സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കത് ആവശ്യമില്ലാത്ത സാധനമാണ്. ഓക്കെ, ഈ ഒരു ഭാഗം നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള ഈ ഒരു ഉള്ളിലുള്ളൊരു ഭാഗമാണ് എന്ത്, നമ്മുടെ ബ്ലാങ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ബ്ലാങ്ക്. അപ്പോൾ ഒരു വലിയ ഷീറ്റിൽ നിന്നും ഇതുപോലുള്ള നമുക്ക് സർക്കിളിലോ സ്ക്വയറിലോ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ആ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ബ്ലാങ്ക് എന്ന് പറയുന്നത്. ആ ഒരു കട്ടിങ് പ്രോസസ്സിന് പറയുന്ന പേരാണ് ബ്ലാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന ഷീറ്റിന് പറയുന്ന പേരാണ് സ്ക്രാപ്പ്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, സ്ക്രാപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ വർക്ക് പീസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ വർക്ക് പീസാണ് എന്ത്, നമ്മുടെ ബ്ലാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, വർക്ക് പീസാണ് എന്ത്, നമ്മുടെ ബ്ലാങ്ക്. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്, ബ്ലാങ്കിങ് പ്രോസസ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പഠിച്ചു. ഏതൊക്കെയാണ് ഷിയറിങ്ങിലെ ഓപ്പറേഷൻസ്? കട്ടിങ് ഓഫ് പഠിച്ചു, പാർട്ടിങ് പഠിച്ചു, അതിനുശേഷം ഇപ്പോൾ ലാസ്റ്റായിട്ട് ബ്ലാങ്കിങ് പഠിച്ചു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പഞ്ചിങ്. നമ്മൾ നോർമലി ചെയ്യുന്നതാണ് അല്ലേ പഞ്ചിങ്, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് പഞ്ചിങ് എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ കട്ടിംഗ് ഓപ്പറേഷൻ ബൈ വിച്ച് വേരിയസ് ഷേപ്ഡ് ഹോൾസ് ആർ മെയ്ഡ് ഇൻ ദ ഷീറ്റ് മെറ്റൽ. ഇൻ ദിസ് ഓപ്പറേഷൻ ദ ഹോൾ ഈസ് ദ റിക്വയർഡ് ഓപ്പറേഷൻ ആൻഡ് ദ മെറ്റീരിയൽ പഞ്ച്ഡ് ഔട്ട് ഈസ് ദ സ്ക്രാപ്പ്. നമ്മൾ നേരത്തെ പഠിച്ച ബ്ലാങ്കിങ് എന്നുള്ള ചിത്രം ഒന്ന് മനസ്സിൽ വിചാരിക്കുക. അതിൻ്റെ അതേ ചിത്രം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ വർക്ക് പീസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ഇതാണ് ബ്ലാങ്കിങ്ങിലെ വർക്ക് പീസ്. ഈ പുറത്തുള്ള ഭാഗത്തിൻ്റെ പേര് സ്ക്രാപ്പാണ്, അതായത് വേസ്റ്റ് നമ്മൾ വിചാരിക്കുക. സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് എന്ന് കൺസിഡർ ചെയ്യുക. ഉള്ളിലുള്ള ഭാഗം നമ്മൾ ആ ഷീറ്റിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്ന ഭാഗമാണ് എന്ത്, നമ്മുടെ വർക്ക് പീസ് എന്ന് പറയുന്നത്. എന്നാൽ പഞ്ചിങ്ങിൻ്റെ കേസിൽ വന്നാൽ അത് നേരെ തിരിച്ചാണ്. നമ്മൾ പഞ്ച് ചെയ്യുന്നത് എന്തിനാണ്, ഹോൾസ് ഉണ്ടാക്കാൻ അല്ലേ. ഇപ്പോൾ ഒരു വലിയൊരു ഷീറ്റിൽ നമ്മൾ പഞ്ച് ചെയ്തൊരു ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ കുറച്ചൊരു ആ ഹോൾ ചെയ്ത ഭാഗത്തെ മെറ്റൽ എന്ത് ചെയ്യും, തെറിച്ച് പോകും. ആ മെറ്റൽ നമുക്ക് എന്താണ്, സ്ക്രാപ്പാണ്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള ആ ഷീറ്റാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് പീസായിട്ട് വരുന്നത്. അപ്പോൾ ബ്ലാങ്കിങ് എന്നുള്ള ഓപ്പറേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആര്, പഞ്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലാങ്കിങ്ങിൽ എന്താണോ സ്ക്രാപ്പ് ആയിരുന്നത് അതെന്താണ്, പഞ്ചിങ്ങിൻ്റെ കേസിൽ അത് വർക്ക് പീസും. പഞ്ചിങ്ങിൽ എന്തായിരുന്നോ വർക്ക് പീസ് അത് നേരിട്ട് ബ്ലാങ്കിങ്ങിൽ ഓപ്പോസിറ്റാണ് വരുന്നത്. ഇവിടെ ഈ ചിത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇത് നമുക്കൊരു വലിയൊരു ഷീറ്റ് ഉണ്ട്. ആ വലിയ ഷീറ്റിൽ നമ്മൾ നടുവിലൊരു പഞ്ച് ചെയ്തൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോൾ ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം എന്താണ്, നമ്മുടെ സ്ക്രാപ്പും. ആ ബാക്കി വരുന്ന ഷീറ്റാണ് നമ്മുടെ വർക്ക് പീസ്. ഓക്കെ, പഞ്ചിങ്ങും ബ്ലാങ്കിങ്ങും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഷിയറിങ്ങിൽ വരുന്ന മറ്റു കുറച്ച് ഓപ്പറേഷൻസ് ഏതൊക്കെ നോക്കാം. അതിൽ ആദ്യം വരുന്നതാണ് നോച്ചിങ്. നോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റിമൂവിങ് ദ മെറ്റൽ ഫ്രം ദ എഡ്ജ് ഓഫ് ഷീറ്റ് മെറ്റൽ. എന്താണ്, ഒരു ഷീറ്റ് മെറ്റലിൻ്റെ എഡ്ജിൽ നിന്നും ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നതിനാണ് പറയുന്നത് എന്ത്, നോച്ചിങ് എന്നുള്ളത്. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ മുകൾ ഭാഗത്ത് എന്തുണ്ടായിരിക്കും, നോച്ച് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ അറിയുന്നത് അല്ലേ, ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുതന്നെയാണ് എന്ത്, നോച്ചിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഷീറ്റ് മെറ്റലിൻ്റെ കേസിൽ ചെറിയൊരു എഡ്ജോ കാര്യങ്ങളോ കട്ട് ചെയ്ത് കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത്, നോച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പഠിക്കാനുള്ളതാണ് സ്ലിറ്റിംഗ്. സ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് ഷിയറിംഗ് ഈസ് കണ്ടക്റ്റഡ് ബിറ്റ്വീൻ റോട്ടറി ബ്ലേഡ്സ്. സ്ലിറ്റിംഗ് എന്ന് പറഞ്ഞതിൻ്റെ ചിത്രമാണ് ഈ എഫ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഈ പച്ചക്കറികൾ അതുപോലെ ഈ വെജിറ്റബിൾസ് കാര്യങ്ങൾ നമ്മൾ സ്ക്രാപ്പ് ചെയ്യലുണ്ട്. അതായത് ഒരു ഇപ്പോൾ എന്താ പറയുക, ഗ്രൈൻഡിങ് ചെയ്യുന്നൊരു ചെറിയ ചെറിയ ടൂൾസ് നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ബ്ലേഡ് ഇതുപോലെ സ്ലിറ്റിംഗ് ചെയ്താവും കൊടുത്തിട്ടുണ്ടായിരിക്കുക. നമ്മൾ ക്യാരറ്റും കാര്യങ്ങളൊക്കെ സ്ലിറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ ബ്ലേഡുള്ള ഒരു ഉപകരണം നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ബ്ലേഡ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷേപ്പിലായിരിക്കും കാണുന്നത്. ഓക്കെ, ഈ ഒരു ഷേപ്പിൽ കാണാൻ പറ്റും. ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഈ ഒരു റൗണ്ട് ചെയ്ത ഷേപ്പിലായിരിക്കും ഓരോ ബ്ലേഡ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത പ്രോസസ്സാണ് ലാൻസിങ്. ലാൻസിങ് എന്ന് പറഞ്ഞാൽ ദിസ് മേക്സ് എ കട്ട് പാർട്ട് എവേ അക്രോസ് എ സ്ട്രിപ്പ്. നമ്മുടെ ഒരു മെറ്റൽ പീസിൽ നിന്നും ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക. ചെറിയൊരു ഭാഗം എന്താണ് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതിന് പറയുന്ന പേരാണ് ലാൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതാണ് ഇത് ലാൻസിങ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് പറയുന്നത് ട്രിമ്മിങ്.
ട്രിമ്മിങ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ബാക്കി വരുന്ന മെറ്റീരിയൽ, നമുക്ക് കമ്പ്യൂട്ടറിലൊക്കെ ട്രിം എന്നുള്ള കാര്യം നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ബാക്കി വരുന്ന സാധനം, നമ്മളിപ്പോൾ ഒരു മെറ്റൽ കട്ട് ചെയ്തിട്ട് ചെറിയൊരു ഭാഗം ബാക്കി വരുന്നുണ്ടെങ്കിൽ അതിനെ മുറിച്ചൊഴിവാക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ട്രിമ്മിങ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി വരുന്നത്, അതായത് എക്സ്ട്രാ വരുന്ന കാര്യത്തിനെ മുറിച്ചൊഴിവാക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ട്രിമ്മിങ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി വരുന്ന ആ ഒരു മെറ്റലിൻ്റെ കഷ്ണങ്ങളെ മുറിച്ചൊഴിവാക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ട്രിമ്മിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഷിയറിംഗ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആദ്യമായിട്ട് പഠിച്ചത് എന്തൊക്കെയാണ്? ഷീറ്റ് മെറ്റലിൻ്റെ പ്രോസസ്സാണ് ഇത്. ഒന്ന് ഷിയറിങ്, ബെൻഡിങ്, ഡ്രോയിങ്, സ്ക്യൂസിങ്. അതിൽ ഷിയറിംഗ് എന്നുള്ളൊരു പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. അപ്പോൾ ഒരുപാട് ഷിയറിംഗ് പ്രോസസ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഓരോന്നോരോന്നിട്ട് പഠിച്ചു. ആദ്യം നമ്മൾ കട്ടിംഗ് ഓഫ് എന്നുള്ളത് എന്താണെന്ന് പഠിച്ചു. കട്ടിംഗ് ഓഫ് പഠിച്ചു. അതുപോലെ പാർട്ടിങ് എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ ബ്ലാങ്കിങ് എന്താണെന്ന് പഠിച്ചു. ബ്ലാങ്കിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പഞ്ചിങ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. അതുപോലെ അതിനുശേഷം നമ്മൾ നോച്ചിങ്, സ്ലിറ്റിങ്, ലാൻസിങ്, ട്രിമ്മിങ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്ത് ഷിയറിംഗ് എന്നുള്ള ഓപ്പറേഷനിൽ പഠിച്ചു. അപ്പോൾ ഈ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും? അതുപോലെ തന്നെ അതിൽ ബാക്കി വരുന്ന ഷിയറിങ്ങിന് ശേഷം നമ്മൾ പഠിക്കാൻ ബാക്കിയുള്ള ബെൻഡിങ്, അതുപോലെ ഡ്രോയിങ്, സ്ക്യൂസിങ് തുടങ്ങിയിട്ടുള്ള ഷീറ്റ് മെറ്റൽ ഓപ്പറേഷനെ കുറിച്ചായിരിക്കും പഠിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ചെയ്യണം. താങ്ക് യു.